വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടൻ ധർമ്മജൻ ബോൾഗാട്ടിയെ പോലീസ് ചോദ്യം ചെയ്തു. പൾസർ സുനിയുമായുള്ള ചില ഫോട്ടോകൾ കാണിച്ച് സുനിയെ അറിയുമോ എന്ന് ചോദിച്ചതായി ധർമ്മജൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അവർക്ക് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, അറിയാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അഭിനയിച്ച സിനിമകളുടെ സെറ്റിൽ വന്നിട്ടുണ്ടോ, ഇയാളെ കണ്ടിട്ടുണ്ടോ എന്നറിയാനുള്ള ചെറിയ സംശയം ചോദിക്കാൻ വേണ്ടി മാത്രം വിളിപ്പിച്ചതാണ്. എന്റെ അല്ലാണ്ട് വലിയ വിവരങ്ങൾ അറിയാൻ എന്റെ അടുത്ത് ഇല്ല. എനിക്ക് പരിചയമുള്ള കൊണ്ടല്ലേ, നമ്മൾ ആർട്ടിസ്റ്റുകളാവുമ്പോ പലരോടും കൂടി നിന്ന് ഫോട്ടോ എടുക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരു ഫോട്ടോ എന്റെ ഇതിൽ വന്നിരുന്നു. നേരത്തെ ഒരു പ്രവാസി ഇത് പത്രത്തിൽ വന്നിരുന്നു. അതിനെപ്പറ്റി ചോദിപ്പിക്കാനും കാര്യങ്ങളൊക്കെ എന്നെ വിളിപ്പിച്ചല്ലാണ്ട് വേറെ ഒന്നും ചോദിച്ചില്ല എന്നോട്. വേറെ ഫോൺ വിളിയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല? ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഫോൺ സുനിയെ പരിചയമുണ്ടല്ലേ ധർമ്മജൻ? ഇല്ല, പരിചയമില്ല. ഫോട്ടോ ഇപ്പൊ നിങ്ങളെ കൂടി എടുത്താലും നിങ്ങളിപ്പോ എന്തോരം പേരുണ്ട്, എനിക്ക് നിങ്ങളുടെ മുഖം കൂടി കാണാൻ പറ്റില്ല. നമ്മളത് നോക്കൂല, നമ്മൾ ലൊക്കേഷനിൽ എന്തോരം പേരുടെ ഫോട്ടോ എടുക്കും. നാദൃശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോ പ്രോഗ്രാമിന് പോയി വന്നേ ഉള്ളൂ, അമേരിക്കക്ക് പോയി വന്നേ ഉള്ളൂ. അല്ലാണ്ട് നാദൃശ്യമായിട്ട് ഒന്നും ചോദിച്ചില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വളരെ ചുരുക്കമായിരുന്നു. ഒന്നുമില്ല. എന്നോട് സിനിമകളുടെ സെറ്റിൽ വെച്ച് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അല്ലാതെ വേറെ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന് മറുപടി ഒന്നുമില്ല. എന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ ഇയാളെ തിരിച്ചറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോ എന്നോട് ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോ എടുക്കാറുണ്ട്. അല്ലാതെ ഇത് ആരാണ് എന്താണെന്ന് ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട മുൻപ് നാദൃശ് അടക്കമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നതാണ്. അതുകൊണ്ടാണ് ഈ അതൊക്കെ നിങ്ങൾ ടി വി കാണിക്കണം, നമ്മൾ കാണാറുണ്ട്. അതേസമയം ദിലീപിന്റെ സഹോദരൻ അനൂപിനെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ആലുവ പോലീസ് ക്ലബിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. താൻ ചൂണ്ടയിലാണെന്നാണ് സുനി ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. സിബി, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ധർമ്മജനെയും ഒപ്പം ദിലീപിന്റെ സഹോദരനെയും അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗ്രീഷ്മ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൾസർ സുനിയുമായി ബന്ധമുണ്ടോ എന്ന ഒരു സ്ഥിരീകരണം നടത്താൻ വേണ്ടിയാണ്. ഈ പൾസർ സുനിയുമായുള്ള ദിലീപിൻ്റെയും നാദൃശ്യയുമായുള്ള ബന്ധം ഇത് സംബന്ധിച്ച് ധർമ്മജൻ ബോൾഗാട്ടിക്ക് എന്തെങ്കിലും അറിയുമോ എന്നുള്ള കാര്യത്തിലാണ് ഇന്ന് പോലീസ് വിശദമായി ഒരു ചോദ്യം ചെയ്യൽ നടത്തിയത്. ഏകദേശം 2:45 തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഏകദേശം 4:30 വരെ 2 മണിക്കൂർ അടുത്ത് നീണ്ട ഒരു ചോദ്യം ചെയ്യലായിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ പ്രധാനമായും ഈ ധർമ്മജൻ ബോൾഗാട്ടിക്കൊപ്പമുള്ള പൾസർ സുനിയുടെ ചില ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പൾസർ സുനിയെ അറിയുമോ എന്ന കാര്യം സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും ചോദ്യം ചെയ്തത്. എന്തായാലും ധർമ്മജൻ പറഞ്ഞത് തനിക്ക് പൾസർ സുനിയെ അറിയില്ല, തൻ്റെ അടുത്ത് പലരും വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, ഇവരിൽ ആരെങ്കിലും ആകാം, എന്തായാലും തനിക്ക് നേരിട്ട് പരിചയമില്ല എന്ന് പറയുകയുണ്ടായി. മാത്രമല്ല ഈ ധർമ്മജൻ ഈ അടുത്തിടെ അഭിനയിച്ച സിനിമകളെല്ലാം തന്നെയും ദിലീപും നാദൃശ്യയ്ക്കും ഒപ്പമുള്ള ഒരു ടീമിനൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമാ സെറ്റുകളിൽ പൾസർ സുനി എത്തിയിരുന്നോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം നടത്താൻ വേണ്ടിയാണ് തന്നെയാണ് ചോദ്യം ചെയ്തത്. തീർച്ചയായും നാദൃശ്യയ്ക്കും ദിലീപിനും പൾസർ സുനിയെ അറിയുമോ എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തത വരുത്താൻ വേണ്ടി തന്നെയാണ് ഈ സിനിമാ സൈറ്റുകളിൽ പൾസർ സുനി എത്തിയിരുന്നോ എന്നറിയാൻ വേണ്ടി തന്നെയാണ് ഇന്ന് ധർമ്മജൻ ബോൾഗാട്ടി, ഏറ്റവും അടുപ്പമുള്ള ധർമ്മജൻ ബോൾഗാട്ടിയെ വിളിച്ചത്. ഈ കഴിഞ്ഞ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ ഉൾപ്പെടെയുള്ള സിനിമകളിൽ ധർമ്മജൻ നാദൃശ്യ സംവിധാനം ചെയ്ത സിനിമകളിൽ ധർമ്മജൻ ബോൾഗാട്ടിക്ക് ഒരു ശ്രദ്ധേയമായ വേഷം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്, മാത്രമല്ല മിമിക്രി കാലഘട്ടം മുതൽ തന്നെ നാദൃശ്യയും ദിലീപും ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഇവർക്ക് അടുത്ത ബന്ധമാണ്, അടുത്ത സുഹൃത്തുക്കളാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഈ പൾസർ സുനിയുമായി ഇവർക്കും അടുപ്പമുണ്ടോ, അതോടൊപ്പം തന്നെ ഈ പൾസർ സുനിയെ അറിയുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ധർമ്മജൻ ബോൾഗാട്ടിയെ വിളിച്ചു വരുത്തിയത്. അതോടൊപ്പം തന്നെ ദിലീപിന്റെ അനുജനായ അനൂപിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ അനൂപനും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ദിലീപിന്റെ നിർമ്മാണ കമ്പനിയായ സിനിമാ നിർമ്മാണ കമ്പനിയുടെ നടത്തിപ്പുകാരനാണ് ഈ അനൂപ്. അതോടൊപ്പം തന്നെ അത് മാത്രമല്ല ദിലീപിന്റെ ചില പാപ്പി അപ്പച്ച മുതലുള്ള സിനിമകൾ നിർമ്മാണം ചെയ്തതും ഈ അനൂപാണ്. അതുകൊണ്ട് തന്നെയാണ് അനൂപിനെയും വിളിച്ചു വരുത്തിയത്. ഈ കേസിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലും ഈ ദിലീപുമായി ബന്ധപ്പെട്ട ചില റിയൽ എസ്റ്റേറ്റ് എല്ലാം കൈകാര്യം ചെയ്തിരുന്നത് അനൂപാണ്. അതുകൊണ്ട് തന്നെയാണ് അനൂപിനെയും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് സംഭവങ്ങളും ഭൂമി ഇടപാടുകളും എല്ലാം തന്നെ ഇതിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ദിലീപിന്
ദിലീപിന്റെ അനുജനായ അനൂപിനെയും വിളിച്ചു വരുത്തിയത്. അനൂപിനെ ഇപ്പോഴും ആലുവ പോലീസ് ക്ലബിനുള്ളിൽ ചോദ്യം ചെയ്ത് വരികയാണ്. ഏകദേശം ഒരു 3 മണിക്കൂറാണ് ആലുവ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്തു തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ അടുത്ത് ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടെ പോലീസ് കേസന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അനുജൻ അനൂപിനെ കൂടി ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു വിലയിരുത്തലിന് ശേഷം ഉണ്ടായ നിർണായകമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രീഷ്മ, സിബി, അതോടൊപ്പം തന്നെ ധർമ്മജനും പൾസർ സുനിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തായിരുന്നു. ഇതിനെക്കുറിച്ച് ധർമ്മജന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? ധർമ്മജൻ പറഞ്ഞത് പ്രധാനമായും തനിക്ക് പൾസർ സുനിയെ അറിയില്ല. പൾസർ സുനി താൻ ലൊക്കേഷനിൽ വെച്ച് ഒരുപക്ഷെ പൾസർ സുനി വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടാവാം. തൻ്റെ അടുത്ത് പല സമയങ്ങളിൽ പല ആരാധകരും വന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. അത്തരത്തിൽ ഒരാൾ മാത്രമായിരിക്കാം പൾസർ സുനി. എന്തായാലും പൾസർ സുനിയെ തനിക്ക് നേരിട്ട് അറിയില്ല, പൾസർ സുനിയെ പരിചയമില്ല എന്ന് തന്നെയാണ് ധർമ്മജൻ പറഞ്ഞത്. ഈ കാര്യം തന്നെയാണ് ധർമ്മജൻ ചോദ്യം ചെയ്യലിൽ പോലീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ ദിലീപ് നാദിർഷ സംഘങ്ങളുടെ സിനിമയിലെ ഒരു ശ്രദ്ധേയമായ വേഷങ്ങൾ ധർമ്മജൻ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അടുത്ത് നാദിർഷ സംവിധാനം ചെയ്ത കട്ടപ്പന ഹൃതിക് റോഷനിലെ ശ്രദ്ധേയമായ വേഷം ചെയ്തത് ഈ ധർമ്മജനായിരുന്നു. അത് മാത്രമല്ല ഈ പോലീസിന് ലഭിച്ച വിവരമനുസരിച്ച് പൾസർ സുനി ദിലീപും നാദിർഷയും സംവിധാനം ചെയ്യുന്ന സിനിമകളിലും അല്ലെങ്കിൽ അവരുടെ ലൊക്കേഷനിൽ എത്തിയതായിരുന്നായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവരെ ഏറ്റവും അടുത്ത സുഹൃത്തും എല്ലാ സിനിമകളിലും പങ്കാളിയുമായ ധർമ്മജനെ വിളിച്ചു വരുത്തിയത്. ധർമ്മജൻ പറഞ്ഞത് തനിക്ക് യാതൊരു പരിചയവുമില്ല, ഇതിനു മുമ്പ് പരിചയമില്ല, ഈ വാർത്തകളിൽ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ധർമ്മജൻ പറഞ്ഞിരിക്കുന്നത്. ഗ്രീഷ്മ, സിബി, 2.5 മണിക്കൂറോളമാണ് ധർമ്മജനെ ചോദ്യം ചെയ്തത്. ചില ഫോട്ടോകൾ മാത്രം കാണിച്ച് ഇത്രയും സമയം ചോദ്യം ചെയ്യേണ്ട ഒരാവശ്യമുണ്ടോ? നിലവിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഇതിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? പെരുമ്പാവൂർ സിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചത്. ഇപ്പോൾ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമാക്കാരിലേക്ക് തന്നെ അന്വേഷണം നീളുന്നു. അതായത് ദിലീപും നാദിർഷയും കഴിഞ്ഞ ദിവസം നടത്തിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് വീണ്ടും ഇവരുമായി ബന്ധമുള്ള അടുപ്പക്കാരായ സുഹൃത്തുക്കളായ ആളുകളിലേക്കും സിനിമാക്കാരിലേക്കുമെല്ലാം വീണ്ടും അന്വേഷണം പോലീസ് വ്യാപിപ്പിക്കുന്നത്. ഇന്നലെ നടന്ന ഈ ഉന്നതതല യോഗത്തിൽ തന്നെ ഈ കാര്യം സംബന്ധിച്ച് ഒരു വലിയൊരു അവലോകനം തന്നെ നടന്നു. ഈ അവലോകനത്തിൽ വേണ്ടി വന്നാൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് ആലുവ റൂറൽ SP വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ധർമ്മജൻ ബോൾഗാട്ടിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ധർമ്മജൻ ബോൾഗാട്ടിക്ക് എന്തായാലും പൾസർ സുനിയെ അറിയില്ല എന്നാണ് വ്യക്തമാക്കിയത്. എന്നാൽ ഈ ദിലീപ് നാദിർഷ കൂട്ടുകെട്ടിൻ്റെ എല്ലാ സിനിമകളും തന്നെ ധർമ്മജൻ ബോൾഗാട്ടിക്ക് ശ്രദ്ധേയമായ വേഷങ്ങൾ ലഭിച്ചിരുന്നു. മാത്രമല്ല ഇവർ മിമിക്രി കാലഘട്ടം മുതൽ തന്നെ അടുത്ത സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ പൾസർ സുനിയുമായി ഉള്ള അടുപ്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാൻ വേണ്ടി തന്നെയാണ് ധർമ്മജൻ ബോൾഗാട്ടിയെ വിളിച്ചു വരുത്തിയത്. എന്തായാലും ഈ കാര്യത്തിൽ തനിക്ക് അറിയില്ല എന്ന് ധർമ്മജൻ ബോൾഗാട്ടി വ്യക്തമാക്കി കഴിഞ്ഞു. തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ താൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തനിക്ക് പറയാനില്ല. എന്തായാലും മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു എന്ന് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം എല്ലാ കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ധർമ്മജൻ ബോൾഗാട്ടി പറഞ്ഞത്. വ്യക്തമാണ്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടൻ ധർമ്മജൻ ബോൾഗാട്ടിയെ പോലീസ് ചോദ്യം ചെയ്തു. ഒപ്പം ദിലീപിന്റെ സഹോദരൻ അനൂപിനെ ആലുവ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്യുകയാണ്. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. അമ്മ പ്രസിഡന്റ് ഇന്നസെന്റിന്റെ നിലപാടിനെതിരെ വനിതാ സംഘടനയായ വിമൻ ഇൻ സിനിമ കളക്ടീവ് രംഗത്ത്. ചലച്ചിത്ര മേഖല ലൈംഗിക പീഡന വിമുക്ത മേഖലയാണ് എന്ന മട്ടിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനയോട് വിയോജിക്കുന്നതായി WCC പറഞ്ഞു. സമൂഹത്തിലുള്ള മേൽക്കീഴ് അധികാര ബന്ധങ്ങൾ അതേപടി സിനിമയിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്. വസ്തുതകളെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് നടത്തുന്ന ഇത്തരം പ്രസ്താവനകളെ ചലച്ചിത്ര മേഖലയിലുള്ളവർ ജാഗ്രതരായിരിക്കണമെന്നും WCC ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. മലയാള സിനിമയിൽ പഴയകാലത്തെ പോലെ ഇപ്പോൾ നടികൾ ചൂഷണം ചെയ്യപ്പെടുന്നില്ലെന്ന അമ്മ പ്രസിഡന്റ് ഇന്നസെന്റിന്റെ വിശദീകരണത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായാണ് സിനിമയിലെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്ടീവ് രംഗത്തെത്തിയത്. ഇന്നസെന്റിന്റെ വാദം തീർത്തും തെറ്റാണ്. അതിനോട് ഞങ്ങൾ പൂർണ്ണമായും വിയോജിക്കുന്നു. നിലവിലുള്ള സാമൂഹ്യ ബന്ധങ്ങൾ അതേപടി പ്രതിഫലിക്കുന്ന മേഖലയാണ് സിനിമയും. അവസരങ്ങൾ ചോദിച്ച് ഈ മേഖലയിലേക്ക് കടന്നുവരുന്ന പുതുമുഖങ്ങളിൽ പലരും പലതരം ചൂഷണങ്ങൾക്ക് വിധേയമാകേണ്ടി വരുന്നതും അധികാരഘടന വളരെ ശക്തമായി ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണെന്നും WCC കുറ്റപ്പെടുത്തുന്നു. അതുകൊണ്ടുതന്നെ വസ്തുതകളെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് നടത്തുന്ന ഇത്തരം പ്രസ്താവനകളെക്കുറിച്ച് ചലച്ചിത്ര മേഖലയിലുള്ളവർ തന്നെ ജാഗ്രതരാകണമെന്ന് WCC ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. എന്തിന് ഞങ്ങളുടെ സഹപ്രവർത്തകരായ ചിലർ കാസ്റ്റിംഗ് കൌച്ചിനെക്കുറിച്ച് ഉറക്കെ സംസാരിച്ചതും ഈ അടുത്ത കാലത്താണ്. പാർവതി, ലക്ഷ്മി റായ് തുടങ്ങിയ നടിമാർ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അനുഭവങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നതും WCC ഓർമ്മിപ്പിക്കുന്നു. സർക്കാർ നിയമിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഈ വിഷയത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തുമെന്ന പ്രതീക്ഷയുമായാണ്
വിമൻ ഇൻ കളക്ടീവ് സിനിമയുടെ FB പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അമ്മ പിരിച്ചുവിടണമെന്ന പ്രതികരണം മാനസിക വിഷമം ഉണ്ടാക്കിയെന്ന് ഇന്നസെന്റ്. അമ്മ നടിയെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ലെന്ന് പറയാനാവില്ല. ഇരയുടെ ഭാഗത്ത് തന്നെയാണ് എല്ലാവരും. അമ്മയുടെ അംഗങ്ങളുടെ മോശമായ പ്രതികരണത്തിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും ഇന്നസെന്റ് പ്രതികരിച്ചു. അന്ന് അവിടെ പെട്ടെന്ന് രണ്ടുപേര് എഴുന്നേറ്റ് നിന്ന് ഇത്തിരി മോശമായ രീതിയിൽ സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. അത് അവരുടെ ഒരു ആവേശം കയറിയതാണ്. മോശം എന്ന് പറഞ്ഞാൽ അവർ ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ ആവേശം അതൊരു മോശമായിട്ട് പലർക്കും തോന്നാൻ വിരോധമില്ല. അത് എന്തായാലും മോശം. അത് കഴിഞ്ഞതിന് ശേഷം തന്നെ അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ നമ്മൾ നേരത്തെ കൂട്ടി അറേഞ്ച് ചെയ്തിട്ട് ബഹളം ഉണ്ടാക്കിയതല്ല, അവരെല്ലാവരും കൂവി. മനസ്സിലായി? അതിന് ഞാൻ തെറ്റ് ചോദിക്കാം, മാപ്പ് ചോദിക്കാം. ഇതെന്താ വെച്ചാൽ ഇപ്പം എന്നോട് അതിൽ വിഷമം തോന്നരുത്. ആ കള്ളവാർത്ത പ്രചരിപ്പിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല, എന്തെന്ന് വിചാരിച്ചിട്ടുമില്ല, വിചാരിക്കണമില്ല എന്തെന്ന് ഞാൻ രാജിവെക്കണമെന്നുള്ളത്. അത് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ സ്ക്രോളിങ് പോകുമ്പോൾ ഇന്നസെൻ്റ് രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഒന്ന് ആലോചിക്കണം, അതൊരു ശരിയായിട്ടുള്ള മാർഗമാണോ എന്നുള്ളത്.